السلام عليكم ورحمة الله وبركاته. الحمد لله الذي لا تفصح بماهيته العبارات ولا تلوه بكيفيته الإشارات. أحمده حمد من وزئ الشكر قلبه وعلم أن الموفق لذلك ربه. وأشهد أن لا إله إلا الله وحده لا شريك له شهادة من وضع رداء الكبر عن منقبه وصدع بالتوحيد في نثره وخطبه، وآمن بالله وملائكته ورسله وكتبه، وأشهد أن محمدا عبده ورسوله أرسله حين ذرت في الغدر كواكب فكرت بالآفاك كتائب. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما النسيء زيادة في الكفر يضل به الذين كفروا يحلونه عاما ويحرمونه عاما ليواطئوا عدة ما حرم الله فيحلوا ما حرم الله. زين لهم سوء أعمالهم والله لا يهدي القوم الكافرين. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ, ഈമാനും തഖ്വയും നിലനിർത്തി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ചില അശുഭ ചിന്തകളാണ് പലപ്പോഴും മനുഷ്യരുടെ മനസ്സ് നിറയെ ഉള്ളത്. എല്ലാം ശുഭമാകണമെന്ന്, നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം ശകുനക്കേടിൻ്റെ, അശുഭത്തിൻ്റെ ചിന്തകളുമായാണ് പലരും ജീവിച്ച് തീർക്കുന്നത്. ചില സമയത്തെയും ചില സന്ദർഭങ്ങളെയും ചില ദിവസങ്ങളെയും ചില മാസങ്ങളെയുമൊക്കെ ആളുകൾ പേടിക്കുകയാണ്. ചില വ്യക്തികളെയും ചില ജന്തുക്കളെയും പറവകളെയും അടക്കം മനുഷ്യർക്ക് ഭീതിയും പേടിയുമാണ്. അസ്വസ്ഥമായ മനസ്സോടുകൂടിയാണ് ഇത്തരം ആളുകൾ ജീവിക്കാറുള്ളത്. നിസ്സാരമായ ചെറിയ വിഷയങ്ങളിൽ പോലും അത്തരം വിശ്വാസവും പേര് നടക്കുന്ന ആളുകൾ തകർന്നു പോകും, പരാജയപ്പെട്ടു പോകും.
എന്നാൽ ഈമാനുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിനെ ഇതൊന്നും ഏശുകയില്ല. കാരണം ശക്തമായ ഒരു ഈമാനിന്റെ പിൻബലമാണ് അവനുള്ളത്. ഇന്ന് ദുൽഹജ്ജ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മുഹറം മാസം പിറക്കുകയാണ്. അല്ലാഹു തആല പവിത്രമാക്കിയ മാസങ്ങളിൽ ഒരു മാസമാണ് മുഹറം. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച നാള് മുതൽ മാസങ്ങളെ എണ്ണം 12ആണ്. മിൻഹ അർബഅത്തുൻ ഹുറും, 4 അതിൽ പവിത്രമാണ്. അതിൽ ഒരു മാസമാണ് മുഹറം. ഇമാം ഹസൻ ബസരി പറഞ്ഞതുപോലെ ഇന്നല്ലാഹ ഇഫ്തതക സനത ബിശഹരി ഹറാമിൻ വഖതമഹാ ബിശഹരിൻ ഹറാമിൻ ഫലൈസ ശഹ്റുൻ ഫി സനതി ബഅദ ശഹരി റമളാന അഅ്ളമു ഇൻദല്ലാഹി മിനൽ മുഹറം. അല്ലാഹു തആല മാസങ്ങളെ വർഷത്തെ തുടങ്ങിയ പവിത്രമായൊരു മാസം കൊണ്ട്, അതേപോലെ പവിത്രമായൊരു മാസം കൊണ്ട് ഒരു വർഷത്തിന്റെ മാസങ്ങൾ അവസാനിപ്പിച്ചു. റമളാന് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പവിത്രമായ ശ്രേഷ്ഠകരമായ മാസമായി മുഹറമിനെ നിശ്ചയിക്കുകയും ചെയ്തു. ഷഹ്റുല്ലാ എന്ന് അള്ളാഹ് പറഞ്ഞ ഒരേ ഒരു മാസത്തെക്കുറിച്ചാണ്. ഷഹ്റുല്ലാ, അള്ളാഹുവിന്റെ മാസം എന്ന് പറഞ്ഞ മാസം മുഹറമാണ്. മറ്റു മാസങ്ങൾ അള്ളാഹു നിശ്ചയിച്ച മാസങ്ങളല്ലാത്തത് കൊണ്ടല്ല. വഖദ് സമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ അശ്ശഹ്റ ഷഹ്റുല്ലാഹിൽ മുഹറം. ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ് ഈ മാസത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിട്ടത്. ഷഹ്റുല്ലാഹിൽ മുഹറം, ഷഹ്റുല്ലാ അള്ളാന്റെ മാസം, മുഹറം എന്ന അള്ളാന്റെ മാസം എന്ന് പേരിട്ടത് കൊണ്ട് ഫഖ്തസ്സഹു ബിഇളാഫത്തിഹി ഇലല്ലാഹ് തദില്ലു അലാ ശറഫിഹി വഫളിഹി, അതിന്റെ ഷറഫും അതിന്റെ ഫളിലുമാണ്, ആ മാസത്തിന്റെ ശ്രേഷ്ഠതയും പ്രത്യേകതയുമാണ് ഷഹ്റുല്ലാഹി എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. ഷഹ്റുല്ലാഹ്, അപ്പൊ അള്ളാഹു പവിത്രമാക്കിയ ഈ മാസത്തെ ഭയത്തോടു കൂടി കാണുന്ന ഒരു അവസ്ഥ സമൂഹത്തിലുണ്ട്. ഭീതിയോടെ, ആശങ്കയോടെ ഈ മാസത്തെ കാണുന്നു. നല്ല ഒരു കാര്യത്തിനും ഈ മാസത്തിൽ തുടക്കം കുറിക്കൂല. ഒരു കല്യാണം, ഒരു നിക്കാഹ്, ഒരു പുതിയ വീട് താമസിക്കൽ, ഒരു പുതിയ കച്ചവടം തുടങ്ങൽ, എല്ലാം ഈ മാസം കഴിയട്ടെ, മുഹറം കഴിയട്ടെ, ചുരുങ്ങിയത് മുഹറം 10 തീരട്ടെ എന്ന ഒരു നിലപാട് നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന സമൂഹത്തിൽ, അള്ളാഹുവിന്റെ ഖുർആനിനെ അള്ളാഹിന്റെ കിതാബായി അംഗീകരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിൽ ഈ വിശ്വാസമുണ്ട്. ഹിജ്റ 61 മുഹറം മാസം 10 നടന്ന, കർബലയിൽ വെച്ച് നടന്ന യൂഫ്രട്ടീസ് നദീതീരത്ത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു നിഷ്ഠൂരമായി വധിക്കപ്പെട്ടു. ഈ ഒരു സംഭവത്തിന് ശേഷം ഷിയാക്കൾ ഈ മാസത്തെ, മുഹറം മാസത്തെ, അള്ളാഹ് പവിത്രമാക്കിയ മാസത്തെ ഷിയാക്കൾ ദുശ്ശകുനത്തിന്റെ മാസമായി, നഹസിന്റെ മാസമായി കണക്കാക്കി. നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന കഴിഞ്ഞുപോയ തലമുറകളിലെ മുസ്ലിം സമുദായത്തിലെ ആളുകൾ പല ത്വരീഖത്തുകളിൽ ഉൾപ്പെടുകയും ആ ത്വരീഖത്താണ് ഇസ്ലാം എന്ന് പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ആ ത്വരീഖത്തുകൾ പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഉണ്ടായ ചില രാഷ്ട്രീയപരമായ ചില വിഷയങ്ങളിൽ നിന്നുണ്ടാവുകയും അതിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള ചില കക്ഷികൾ ഉണ്ടാവുകയും ആ കക്ഷികളിൽ ഇസ്ലാമിന്റെ ആദർശത്തിനും പ്രവാചകന്റെ സുന്നത്തിനും പരിശുദ്ധ ഖുർആനിനും നേരെ വിപരീതമായ കക്ഷികളായിത്തീരുകയും പേരിനവർ മുസ്ലിമീങ്ങളാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇസ്ലാമിന്റെയും ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആദർശത്തിന് എതിരായി ജീവിക്കുകയും ചെയ്തു. അതിൽ 1-ാം സ്ഥാനത്താണ് ഷിയാക്കൾ ഉള്ളത്. ഖുർആനിൽ ഇന്ന് നമ്മുടെ മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഖുർആനിനെ ഷിയാക്കൾ അംഗീകരിക്കുന്നില്ല.
മുസ്ലിം ലോകത്തിലെ ഖുർആനിൽ നിന്ന് ഇന്ന് മുസ്ലിമീങ്ങൾ ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ നീക്കം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. ആ ഷിയാക്കളുടെ വിശ്വാസത്തെ അനുധാവനം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ത്വരീഖത്തുകൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഷിയായിസത്തിന്റെ പല സ്വാധീനങ്ങളും നമ്മുടെ നാട്ടിലെ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ചയാണ് സഹോദരങ്ങളെ. ഷിയാക്കളുടെ ആചാരത്തെ, വിശ്വാസത്തെ, ഷിയാക്കൾ മതത്തിനെ കണ്ട കണ്ണിലൂടെ, ആ കാഴ്ചയിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ പല ആളുകളും ഇസ്ലാമിനെ കണ്ടത്. അതുകൊണ്ടാണ് ഷിയാക്കൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ വളർത്തുപുത്രനും പ്രവാചകന്റെ മരുമകനുമായ പ്രവാചകന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയും പ്രവാചകൻ ഏറെ സ്നേഹിക്കുകയും ചെയ്ത അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാണ്. ഈ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പിന്നെ വധിക്കപ്പെട്ടു, യുദ്ധമുണ്ടായി കർബല. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഷിയാക്കൾ ഉണ്ടാക്കിയ ഈ ഒരു വിശ്വാസത്തിന് ഇസ്ലാമിന്റെ ഒരു പിൻബലമില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഇതിനേക്കാൾ നിഷ്ഠൂരമായ പല സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്നിട്ട് ആ ഒരു ദിവസത്തെയോ മാസത്തെയോ ചരിത്ര സംഭവത്തെയോ ഒരു ദുശകുനമായിട്ട് പ്രവാചകനെ സ്വഹാബത്തെ കണ്ടോ? ഉഹദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകൻ എങ്ങനെ കണ്ടത്? പ്രവാചകന്റെ മുന്നിലേക്ക് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവന്നപ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവയവങ്ങളൊന്നുമില്ല, കണ്ണുകളില്ല, കാതുകളില്ല, ശരീരത്തിന് അവയവങ്ങളൊന്നുമില്ല, പല്ലുകളൊന്നുമില്ല. കണ്ണും കാതും അവയവങ്ങളെല്ലാം മുറിച്ചു മാറ്റപ്പെട്ട നിലയിൽ ശരീരത്തിന്റെ ആന്തരികമായ അവയവങ്ങളെല്ലാം പുറത്തേക്കെടുത്ത് പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം കടിച്ച് ചമച്ച് തുപ്പി ഇത്രയും നിഷ്ഠൂരമായി ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ഉഹദ് യുദ്ധത്തിൽ വധിക്കപ്പെട്ടു, ഷഹീദായി. ഇത്രയും ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംഭവത്തെ, ആ ദിവസത്തെ ഏതെങ്കിലും ഒരു നഹസിന്റെ ദുശഗുണത്തിന്റെ ദിവസമായോ സംഭവമായിട്ടോ പ്രവാചകൻ പഠിപ്പിച്ച സ്വഹാബികൾ അങ്ങനെ കണ്ടോ? ഇല്ല. അപ്പോൾ ഇസ്ലാമിലേക്ക് പലതും കൂട്ടിച്ചേർത്ത ആളുകൾ കൊണ്ടുവന്ന കാര്യങ്ങളാണ്. ഇന്ന് ഈ വിശ്വാസം പിന്തുടർന്നു വന്നപ്പോൾ എല്ലാത്തിനെയും ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്ത് കണ്ടിറങ്ങിയാൽ പിന്നെ എന്തെങ്കിലും മറന്ന് തിരിച്ചു വന്ന പല ആൾക്കാർ പിന്നെ വൈക്ക് പോകൂല, അല്ലെങ്കിൽ പറയും തിരിച്ചു ഇറങ്ങിയോടത്ത് മടങ്ങി, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുമ്പോ പിന്നെ പിറകിൽ നിന്ന് ആരെങ്കിലും ഭാര്യ മക്കൾ ആരെങ്കിലും അമ്മയെ വിളിച്ചാൽ പിന്നെ അവിടെ പ്രശ്നമാണ്. പുറപ്പെട്ടു പോകുന്നത് പിന്നെ വിളിക്കാൻ പാടില്ല, അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന തിരിച്ചിങ്ങോട്ട് തന്നെ വരാൻ പാടില്ല. ഇങ്ങനെ പല രൂപത്തിലുമുള്ള ഗ്രഹപ്പിഴകള്. ഒരു കറുത്ത പൂച്ച വിലങ്ങനെ ഓടിയാൽ പിന്നെ അതോടുകൂടി തീർന്നു അവന്റെ മനസ്സ്. പിന്നീട് ആ പല സമയത്തേക്ക് മണിക്കൂറുകളോളം, ദിവസങ്ങളോളം ചിലപ്പോ ഏതൊക്കെയോ ചില ആപത്തുകൾ അവൻ ഭയപ്പെടുകയാണ്. രാവിലെ എഴുന്നേറ്റാൽ കണി കാണുക എന്ന വിശ്വാസം മറ്റ് മതസ്ഥരിൽ നിന്ന് എടുത്തതാണ്. ഇന്ന് ഇന്നാളാണ് കണി കണ്ടത്, അല്ലെങ്കിൽ ആ രൂപത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി മടങ്ങ. ഇങ്ങനെ എങ്ങോട്ടാണെന്ന് ഒരാൾ ചോദിച്ചാൽ, എങ്ങോട്ടാ പോണെന്ന് ഒരാൾ ചോദിച്ചാൽ ആ ചോദ്യത്തെപ്പോലും ഭയപ്പെടുന്ന അവസ്ഥയുണ്ടായി. കൈ ചൊറിഞ്ഞാല് പണം കിട്ടും, കണ്ണ് ചൊറിഞ്ഞാൽ കരയേണ്ടി വരും, കാക്ക കുറുകിയാൽ വിരുന്നുകാരൻ വരും, കുറ്റിച്ചൂളൻ എന്ന പക്ഷി കരഞ്ഞാൽ മരണം സംഭവിക്കും. ഇങ്ങനെ എന്തെല്ലാം വിശ്വാസങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ജന്തുക്കളുമായി, മൃഗങ്ങളുമായി, പക്ഷികളുമായി ഒക്കെ ബന്ധപ്പെട്ട് ഈ വിശ്വാസമെല്ലാം ഉണ്ട്. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വത്തിനെതിരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ്, തൗഹീദിനെതിരാണ്. അല്ലാഹു തആല പറഞ്ഞു, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു, ഓരോ മനുഷ്യന്റെ ഉനുഖിലും പിരടിയിലും അവന്റെ ത്വാഇർ ഉണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? ത്വാഇർ എന്ന് പറയുന്നത് ഈ അറബികൾ ത്വാഇർ എന്ന് പറഞ്ഞാൽ പക്ഷിക്കാണ്. ആ പക്ഷിയെ പ്രത്യേകം വീട്ടിൽ വളർത്തുന്നൊരു പക്ഷിയെ പിടിച്ചിട്ട് അവരുടെ പുറത്തേക്ക് വിടും. അത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ പറക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് ശകുനവും ദുശകുനവും ഒരു കണക്കാക്കുക. അതുകൊണ്ടാണ് ഇത്തരം ശകുനം, ദുശകുനം, അതിന് തീറത്തി എന്ന അറബിയിൽ പേര് വരാൻ കാരണത. ഖുർആൻ ആ പദം ഉപയോഗിച്ചു. ഓരോരുത്തരും കർമ്മങ്ങളാണ്, അവന്റെ പ്രവർത്തനങ്ങളാണ്. അപകടങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ കർമ്മങ്ങളാണ്.
അള്ളാന്റെ തീരുമാനങ്ങളാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു ജന്തുവുമായോ ഏതെങ്കിലും ഒരു പക്ഷിയുമായോ ഏതെങ്കിലും വസ്തുവുമായോ സമയമായോ മണിക്കൂറുകളുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും ഗ്രഹനിലയുമായി ബന്ധപ്പെട്ടോ ഒന്നും നിലനിൽക്കുന്നില്ല. അള്ളാഹുവിന്റെ തീരുമാനമാണ്. ചിലതിന് അല്ലാഹ് ചിലതിനേക്കാൾ ശ്രേഷ്ഠത കൊടുത്തു. ചില ദിവസങ്ങൾക്ക്, സമയങ്ങൾക്ക്, വ്യക്തികൾക്കൊക്കെ മുർസലീങ്ങൾക്ക് ചില മുർസലീങ്ങളെക്കാൾ അള്ളാഹ് സ്ഥാനം കൊടുത്തില്ലേ? മിൻഹും മൻ കല്ലമല്ലാഹ് വറഫഅ ബഅദഹും ദറജാത്തിൻ. അള്ളാഹ് സംസാരിച്ച ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവർക്കും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേക ദറജകൾ നൽകപ്പെട്ട പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. സ്വഹാബികളെ കൂട്ടത്തിൽ അശറത്തുൽ മുബശ്ശിരീങ്ങളില്ലേ, സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടത്. ഷിയാഖു ബദർ, ബദറിലെ ഷെയ്ഖുമാരില്ലേ, ഇങ്ങനെ വ്യക്തികളുണ്ട്. സ്ഥലങ്ങളിലെ മക്ക ഖൈറു അർളില്ലാഹ് വഹബ്ബു അർളി ഇലല്ലാഹ്. സാധാരണ നാട് പോലെയാണ് മക്ക അല്ല, ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്. രാവുകളിൽ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹറാണ്. ദിവസങ്ങളിലെ ഇന്ന അഫ്ളല അയ്യാമിക്കും യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചയാണ് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. അപ്പൊ ദിവസങ്ങൾക്ക്, ചില മാസങ്ങൾക്ക് ഒക്കെ അല്ലാഹു തആല സ്ഥാനവും പദവിയും പ്രത്യേകത നൽകിയിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും ചില ദിവസങ്ങളെയോ മാസങ്ങളെയോ ഏതെങ്കിലും ചില വസ്തുക്കളെയോ മോശകരമായി കണക്കാക്കുക എന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹ് ആദരിച്ചതിനെ ആദരിക്കുക, അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. മുഹറം എന്ന മാസം അള്ളാഹ് പവിത്രമാക്കിയ മാസമാണ്. അള്ളാഹ് പവിത്രമാക്കിയതിനെ ദുഷ്ടഗുണമായി കാണൽ അള്ളാഹുവിനെ ധിക്കരിക്കലാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് എന്തെങ്കിലും നല്ല കാര്യം നടക്കാൻ മുഹറം കഴിയട്ടെ എന്ന ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് അങ്ങനൊന്നുമില്ല. എന്നാലും ചില ആൾക്കാർ എങ്ങനെയാണ്, ധൈര്യമില്ല, അതിലൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും അതുകൊണ്ട് കഴിഞ്ഞോട്ടെ. എന്താണ് അതിന്റെ അർത്ഥം? തൗഹീദ് ഉൾക്കൊണ്ടൊരു മനുഷ്യൻ, ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകന്റെ മകളെ കല്യാണം, ഇതൊക്കെ അറിയാം, എല്ലാം അറിയാം, തൗഹീദ് ശിർക്കും ഒക്കെ അറിയാം. എന്നാലും ഡേറ്റ് കാണുമ്പോ ആരെങ്കിലും ഒരാൾ പറയണ്ടാകും, എന്നാ ശരി, പിന്നെ എനിക്കത് വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും കണ്ടോ അവിടെ എന്താ ഇതിന്റെ അർത്ഥം? ഈമാൻ ദുർബലമാവുകയാണ്. അപ്പൊ ഏതൊരു മാസം, ദിവസം, അതൊക്കെ തന്നെ കാലത്തെ കുറ്റം പറയാൻ പാടില്ല. കാലം എന്ന് പറഞ്ഞാൽ ദിവസവും ആഴ്ചയും മാസമൊക്കെയാണ്. റസൂൽ പറഞ്ഞു, ലാ തസുബ്ബുദ്ദഹ്റ, കാലത്തെ കുറ്റം പറയരുത്, ചീത്ത പറയരുത്. ഫഇന്നല്ലാഹ അസ്സ വജൽ, കാരണം അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അനദ്ദഹർ, ഞാനാണ് കാലം. കാലം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം പടച്ചണതൊന്നും ബാധകമല്ല. മനുഷ്യന്മാർക്ക് ചില കാലങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് മനുഷ്യന്റെ ജീവിതം. എന്നാൽ കാലം എന്ന് തീർച്ചയായി പറയാൻ അള്ളാഹ്ക്ക് മാത്രമേ, അള്ളാഹ്ക്ക് ഒടുക്കല്ല, അവസാനമില്ല. അപ്പൊ അള്ളാഹ് പറയണം, ഞാനാണ് ദഹർ. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഅദിയനി ഇബ്ന ആദം, അള്ളാഹ് പറയാണ്, ആദം മക്കൾ, മനുഷ്യന്മാര് എന്നോട് ചില അക്രമം കാണിക്കുന്നു. എന്താണ് അവര് പറയും? യഖൂലു യാ ഹൈബത്ത ദഹർ, എന്തൊരു കാലക്കേട്, എന്തൊരു കാലക്കേടാണിത്. ഈ കാലത്തിന് സമയത്തിന്റെ മോശമാണ്, ദിവസത്തിന്റെ മോശമാണ്, കാലക്കേടാണ്, എന്തൊരു കാലക്കേടാണ് എന്ന് പറഞ്ഞാൽ ഫലാ യഖൂലന്ന അഹദകും യാ ഹൈബത്ത ദഹർ, ഒരിക്കലും നിങ്ങൾ ഇത് കാലക്കേടാണ് എന്ന് പറയരുത്. ഇതൊരു മോശമായ സമയമാണ്, ഇതുപോലെ മോശപ്പെട്ട സമയമാണ്, മോശപ്പെട്ട ദിവസമാണ് എന്ന് പറയരുത്. ഫഇന്നീ അനദ്ദഹർ, കാരണം ഞാനാണ് കാലം. ഉഖല്ലിബു ലൈലഹു വനഹാറഹു, ഇതിന്റെ രാവും പകലും നാമാണ് മാറ്റിമറിക്കുന്നത്. രാവും പകലും മാറി ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമായി ഇതിനെ മാറ്റുന്നത് നാമാണ്. അതുകൊണ്ട് ഫഇദാ ശിഅ്തു ഖബലതുഹുമാ, രാവിലെയും പകലിനെയും നാം വിചാരിച്ചാൽ പിടിച്ചു വെക്കാൻ പറ്റും, എന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് കാലക്കേടെന്ന് പറയാൻ പാടില്ല. മുശ്രിക്കിന്റെ സ്വഭാവം എന്നാ പറഞ്ഞത്, മുശ്രിക്കിന്റെ കുഫറിന്റെ ആധിക്യമാണെന്നാ പറഞ്ഞത്. ഞാൻ ഓതി വെച്ച ആയത്ത്, ഇന്നമ നസിയു സിയാദത്തുൻ ഫിൽ കുഫർ, വിലക്കപ്പെട്ട ചില മാസങ്ങളെ സൗകര്യത്തിന് വേണ്ടി മാറ്റിവെക്കുക, ഇതാണ് നസി എന്ന് പറഞ്ഞാൽ. സിയാദത്തുൻ ഫിൽ കുഫർ, അതേ സത്യനിഷേധത്തിന്റെ വർധനവെന്ന ഖുർആൻ പറഞ്ഞത്. അങ്ങേറ്റാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങള്, കാഫിറുകള്, അവരിങ്ങനെ ഈ യുദ്ധനിഷിദ്ധമാക്കപ്പെട്ട മാസത്തിലും ഇടയ്ക്ക് യുദ്ധം ചെയ്യും. എന്നിട്ട് പറയും, തൽക്കാലം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇക്കൊല്ലത്തെ മുഹറമില് ഇതാണ് നടക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇക്കൊല്ലത്തെ സഫർ മുഹറമിന് പകരം ആചരിക്കാന്ന് പറയും. അങ്ങനെ അവരെന്നാണ് തീരുമാനിക്കുക. യുദ്ധം ഹറാമായി വിലക്കപ്പെട്ട ചില മാസങ്ങളെ
അള്ള പവിത്രമാക്കിയ 4 മാസങ്ങളെ ഇവർ ചെയ്യുന്നത് ഇവർക്ക് ആവശ്യത്തിന്. ഇപ്പൊ ദുൽഹജ്ജ് ആണെങ്കിൽ ആ ദുൽഹജ്ജ് മാസത്തെ തൽക്കാലം ഈ ദുൽഹജ്ജില് വിലക്കപ്പെട്ടതാണ്. ഈ ദുൽഹജ്ജ് നമുക്ക് എന്താക്കാം, ഏതെങ്കിലും ശവ്വാലോ അങ്ങനെ ഏതെങ്കിലും മാസത്തേക്ക് ആ മാസമാക്കി ആചരിക്കാം. ഇതാണ് നസീർ. ഇത് സിയാദത്തുൻ ഫിൽ കുഫ്റാണ്, നിഷേധത്തിലെ വർധനവാണ്. യുളല്ലു ബിഹില്ലദീന കഫറു, നിഷേധികൾ അത് കാരണം വഴിതെറ്റിപ്പോയിട്ടുണ്ട്, ദലാലത്തിലായിട്ടുണ്ട്. യുഹില്ലൂനഹു ആമൻ വയുഹരിമൂനഹു ആമാ, ചില കാലത്ത് അവർ ഹറാമാക്കും, ചില കാലത്ത് അവർ ഹലാലാക്കുകയും ചെയ്യും. ലിവാതിഉ ഇദ്ദത മാ ഹറമല്ലാഹ്, അല്ലാഹ് നിഷിദ്ധമാക്കിയ മാസത്തെ എണ്ണം കൊണ്ട് ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. 4 മാസമല്ലേ വേണ്ടത്, ആ 4 മാസം തൽക്കാലം ഇക്കൊല്ലം ഈ മാസത്തിന് പകരം മറ്റേ മാസാക്കുന്നവർ പറയും. അങ്ങനെ ഫയുഹില്ലു മാ ഹറമല്ലാഹ് അവരുടെ ഈ ദുഷ്ചൈതി, ഈ ചീത്ത പ്രവർത്തനം അവർ അലങ്കാരമാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, നിഷേധികൾ അല്ലാഹു ഒരിക്കലും ഹിദായത്തിലാക്കൂല. അപ്പോ അല്ലാഹു പവിത്രമാക്കി ഈ മുഹറം എന്ന മാസത്തെ ആരെങ്കിലും ഒരു ദോഷത്തിന്റെ ദുശകുനത്തിന്റെ മാസമായി കണ്ടിട്ടുണ്ടെങ്കിൽ ഖുർആൻ പറഞ്ഞ മുശ്രിക്കുകളുടെ കാഫിറുകളുടെ കൂട്ടത്തിലാണ് അത്തരം വിശ്വാസക്കാർക്ക് സ്ഥാനം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞു, ഇന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ്, ഈ ഏർപ്പാടുണ്ടല്ലോ ഇത് ജൂതന്മാരെ ഏർപ്പാടാണ്. അള്ളാന്റെ ശാപത്തിനും കോപത്തിനും വിധേയരായ ജൂതന്മാരെ ചര്യയാണ് അള്ളാഹ് പവിത്രമാക്കിയ മാസത്തെ ദുശകുനമാക്കി കാണൽ. കാരണം ലാ മിൻ ഹദിയിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളെ ചര്യയല്ല. അൽ മുതവക്കിലീന, തവക്കുൽ ചെയ്യുന്ന, എല്ലാം അള്ളാഹുൽ ബരമേൽപ്പിക്കുന്ന മുസ്ലിമീങ്ങളെ മാർഗമല്ല. അലാ ഖാലിഖിഹിം വബാരിഇഹിം, അവർ സൃഷ്ടാവിൽ, അവരെ സംരക്ഷകനിൽ എല്ലാം തവക്കുലാക്കുന്ന മുസ്ലിമീങ്ങളുടെ ചര്യയല്ല ഇത്, മറിച്ച് ഈ ചര്യ ജൂതന്മാരുടെ ചര്യയാകുന്നു. അതുകൊണ്ട് അലി അല്ലാഹു തആല അൻഹു പറഞ്ഞു, ബാത്തിലുൻ കദിബുൻ ലാ അസ്ലലഹു, ഒരു അസ്ലുല്ല വിശ്വാസത്തിന് ബാത്തിലാണ്, കദിബാണ്, നിരർത്ഥകമാണ്, കളവാണ്. ഫൽയഹ്ദർ മിൻ ദാലിക, ഈ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ജാഗ്രത പാലിക്കണം. നിസ്സാരല്ല. നമ്മളെ വീട്ടിലൊക്കെ വയസ്സായ ആൾക്കാരുണ്ടാവും, പ്രായമായ ആൾക്കാരുണ്ടാവും, ഇപ്പോഴും ഈ വിശ്വാസത്തിൽ നടക്കുന്ന ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് തിരുത്തണം, പ്രബോധനം ചെയ്യണം, അതിനെതിരെ ജാഗ്രത പാലിക്കണം. ഇമാം അലി അല്ലാഹു തആലാന്റെ വാക്കാണ് അത്തീറത്തു ശിർക്ക്, അത്തീറത്തു ശിർക്ക്. റസൂൽ 3 വട്ടം പറഞ്ഞത്. ദുശകുനുണ്ടല്ലോ അത് ശിർക്കാണ്, ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. സ്വർഗം ഹറാമാകും, നമസ്കാരം അടക്കമുള്ള മുഴുവൻ അമലുകളും ബാത്തിലായിത്തീരും. അപ്പൊ ഈ ചിലപ്പോഴെങ്കിലും ചില കാര്യങ്ങളെങ്കിലും മനസ്സിൽ തോന്നിപ്പോകും, നിനക്ക് കുറെ ചിലതൊക്കെ ശരിയാവുണ്ടല്ലോ, അത് പലതും യാദൃശികങ്ങളാണ്. ചിലപ്പോഴെങ്കിലും തോന്നിപ്പോകും. അതുകൊണ്ട് ഈമാൻ നിലനിർത്താൻ വേണ്ടി റസൂൽ പ്രാർത്ഥന പഠിപ്പിച്ചു, നിരന്തരമായി പ്രാർത്ഥിക്കണം. ചിലപ്പോഴെങ്കിലും തോന്നിയേക്കാം, എങ്കിൽ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഗൈറുക. അല്ലാത്ത പ്രാർത്ഥനയാണിത്, റസൂൽ പഠിപ്പിച്ചതാണ്. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക, പടച്ചോനെ നിന്റെ ഹൈറല്ലാത്തൊരു ഹൈറുല്ല പടച്ചോനെ, നീ തരുന്ന ഹൈറല്ലാത്തൊരു ഹൈറില്ല. വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക, ഓരോ പക്ഷിയും നിന്റെ അനുമതി പ്രകാരമല്ലാതെ ഒരു പക്ഷിയും പറക്കുന്നില്ല. വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഗൈറുക, നീ അല്ലാതെ ആരാധ്യനില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഏതൊരു പക്ഷി പറന്നാലും എങ്ങോട്ട് പറന്നാലും പടച്ചോന്റെ കൽപ്പന പ്രകാരം ഒരു പക്ഷിയോട് പറക്കുകയാണെങ്കിൽ, ഒരു പക്ഷി കൂട്ടുന്നിറങ്ങിയിട്ട് അതിനെ പഠിപ്പിച്ചിട്ട് ചീട്ട് നിൽക്കുകയാണെങ്കിൽ അത് പടച്ചോൻ കൊടുക്കുന്ന ഇൽഹാമ പടച്ചോൻ പറയുന്നതനുസരിച്ചിട്ടാണ്. എന്താ ഖുർആൻ പറഞ്ഞത്? വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരി യതീറു ബിജനാഹിഹി ഇലാ ഉമമിൻ അംസാലുക്കും. ഒരു ജന്തു, ഏതൊരു ജന്തുവാകട്ടെ, ചിറകുകൾ അടിച്ചുകൊണ്ട് പറക്കുന്ന ഏത് പക്ഷിയാകട്ടെ, ഇതൊക്കെ മനുഷ്യന്മാരെ നിങ്ങളെപ്പോലെയുള്ള ഇല്ലാ ഉമമിൻ അംസാലുക്കും, നിങ്ങളെപ്പോലെ ഒരു സമൂഹം മാത്രമാണ്, മനുഷ്യന്മാരെ പോലെ സമൂഹം മാത്രമാണ്. അവലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫി ജവ്വിസ് സമാ, ആകാശത്തിന്റെ അന്തരീക്ഷത്തിൽ അള്ളാന്റെ കൽപ്പനകൾക്ക് വിധേയമായി പറന്നുപോകുന്ന പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? മാ യുംസിക്കുഹുന്ന ഇല്ലല്ലാഹ്, അല്ലാതെ മറ്റാരുമല്ല അതിനെ പിടിച്ചു വെക്കുന്നത്. അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിലുന മാ യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ, ചിറക് വിടർത്തിക്കൊണ്ടും ചിറക് കൂട്ടിക്കൊണ്ടും നിങ്ങൾക്ക് മുകളിലൂടെ പറന്നു പോകുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ? അതിനെ നിയന്ത്രിക്കുന്നത്, പിടിച്ചു നിർത്തുന്നത് പടച്ചവൻ, റഹ്മാനായ പടച്ചവൻ മാത്രമാകുന്നു. അപ്പൊ എല്ലാറ്റിലും ശകുനം കാണാം. ചില ആൾക്കാർ, ചില വ്യക്തികൾ ശകുനം കാണും. അങ്ങനെയുണ്ട്.
ഒരു നാട്ടില് എന്തെങ്കിലും ഒരു പരീക്ഷ ഉണ്ടായിരിക്കും, ഒരു പ്രയാസം ഉണ്ടായി, ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ പറയും, കണ്ടില്ലേ നിങ്ങൾ ആ തോഹ ബീച്ചിലൊരു പള്ളി വന്നത്, ആ പള്ളി വന്നതിന്റെ ശേഷമാണ് നാടിങ്ങനെ ആയത്. അല്ലെങ്കിൽ കണ്ട് നമ്മൾ ആചാരങ്ങളായിട്ട് വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കണതിനെതിരിൽ കുറെ ആൾക്കാർ ചെറുപ്പക്കാരുണ്ട് ഇവിടെ. ഞായറാഴ്ച ബുക്കും സീഡിയൊക്കെ നടക്കണ ചില ചെറുപ്പക്കാരെ കണ്ടില്ല നിങ്ങള്? ഈ ചെറുപ്പക്കാരാണ് ഈ നാടിന് ദുഷ്ടകരുണ്ടായത്. നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം ഇല്ലാതെ, മത്സ്യം ഇല്ലാതായത്, കടലില്ലാതായത് എന്തുകൊണ്ടാ? ഇങ്ങനെ കുറച്ച് പുത്തനാശയക്കാരൊക്കെ ചില ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ വന്നേ. അതുകൊണ്ടാണ് ഈ ശകുനം, ദുശകുനം. സഹോദരങ്ങൾക്ക് ഇന്നലെയും ഞാൻ തുടങ്ങിയതല്ല. ഖുർആനിൽ കാണാം, മഹാനായ സ്വാലിഹ് നബി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങി. അപ്പൊ എന്താണ്ടായത്? വലഖദ് അർസൽനാ ഇലാ സമൂദ അഖാഹും സ്വാലിഹ. സ്വാലിഹ് നബി വന്നിട്ട് എന്താ പറഞ്ഞത്? അനിഅബ്ദുല്ലാഹ്, അല്ലാഹുക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. ഇബാദത്ത് പ്രാർത്ഥനയാണ്. ഇബാദത്ത് അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അല്ലാഹുക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് പറഞ്ഞപ്പോ ഫൈദാഹും ഫരീഖാൻ, ജനങ്ങളൊക്കെ രണ്ട് ഗ്രൂപ്പായി. യഖ്തസിമൂൻ, തർക്കിക്കാൻ തുടങ്ങി. ഖാല, സ്വാലിഹ് നബി പറഞ്ഞു, യാ ഖൗമി ലിമ തസ്തഅജിലുന ബിസ്സയ്യിഅതി ഖബല അൽഹസന. ഒരു നന്മക്ക് പകരം തിന്മയിൽ എന്തിന് നിങ്ങൾ ധൃതി കാണിക്കണം? ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്തൂടെ? വാക്കെന്താണെന്നറിയോ? ഇത് പറഞ്ഞപ്പോ ഖാലു, ജനങ്ങൾ പറഞ്ഞു, ത്വയ്യർനാ ബിക വബിമൻ മഅക. നീയും നിന്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്, നിന്റെ വിശ്വാസികൾ, നിന്റെ കൂടെയുള്ള നിന്റെ പിൻഗാമികൾ, നിന്നെ പിൻപറ്റിയവര്, നീയും നിന്നെ പിൻപറ്റിയവരും ത്വയ്യർനാ. ഈ നാടിന്റെ ദുശകുരമാണ്, ഈ നാട്ടിൽ പ്രയാസം ഉണ്ടാക്കും. നീയും അനിഅബ്ദുല്ലാഹ്, അല്ലാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നാണ് ആര് പറഞ്ഞത്? സ്വാലിഹ് നബിയും. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, നാട്ടിലോട് ഒരു പിരിവും ചോദിച്ചിട്ടില്ല, ഒന്നിനെയും കച്ചവടാക്കിയിട്ടില്ല. അല്ലാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ പറഞ്ഞ മറുപടിയാ, നീ ഈ നാടിന്റെ ശകുനക്കേടാണ്, ദുശകുനമാണ്. അല്ലാഹ് പറഞ്ഞു, ത്വാഇറുക്കും ഇൻദല്ലാഹ്, നിങ്ങളുടെ ശകുനപ്പിഴ ഉണ്ടല്ലോ, നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന എല്ലാ പരീക്ഷണങ്ങളും, നിങ്ങൾ പറയുന്ന ഇന്ന കാര്യം വരൾച്ചയാണെങ്കിൽ അത്, പ്രയാസമാണെങ്കിൽ അത്, പരീക്ഷണങ്ങളാണെങ്കിൽ അത്, അതൊക്കെ നിങ്ങളെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, അല്ലാതെ ഞങ്ങൾ വന്നോണ്ടല്ല. നിങ്ങളിപ്പോ ചെയ്യുന്ന പ്രവർത്തനം ഉണ്ടല്ലോ, ഈ പ്രവർത്തനം കൊണ്ടാണ് ഈ നാടിന് ദോഷം ഉണ്ടാകുന്നത് എന്ന് പറയാനാ പറഞ്ഞത്. സുഹൃത്ത് യാസീൻ കണ്ടില്ല നിങ്ങൾ? യാസീനിൽ ഒരു ഗ്രാമക്കാരെ പറ്റി പറയാ. ഒരു ഗ്രാമം, ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമക്കാരിലേക്ക് അള്ളാഹിന്റെ പ്രവാചകന്മാർ വന്നു, 3 പ്രവാചകന്മാർ വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. ഇവർ പറഞ്ഞ മറുപടി ഇതാ. അവരെന്താ പറഞ്ഞത്? ഇതാ, നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഇവര് പറഞ്ഞത് മാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, ഞങ്ങൾ തെറ്റ് വരുന്നത് തബ്ലീഗിനാണ്. മാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, ഈ ദീന് പ്രബോധനം ചെയ്യണം, ഇത് പറഞ്ഞത് ഞങ്ങളെ ബാധ്യതയാണ്. മാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, കാര്യം വ്യക്തമാക്കി തരുന്ന പ്രബോധനം ഞങ്ങളെ ബാധ്യതയാണ് ഓല് പറഞ്ഞത്. ഇത് പറഞ്ഞ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരാകുന്ന ദായിമാര്, പ്രബോധകന്മാര്, അവരോട് ജനങ്ങൾ എന്താ പറഞ്ഞത്? ഖാലൂ ഇന്നാ തതയ്യറനാ ബിക്കും, നിങ്ങൾ ഈ നാടിന്റെ ദുശകുനമാണ്, ശകുനപ്പിഴവാണ് നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും തൻതഹുല അർജുമന്നക്കും, നിർത്തിയിട്ടില്ലെങ്കിൽ എറിഞ്ഞുപെടുന്ന് ഓടിക്കും. ഇവിടെ പറയണ്ട, നിങ്ങളെ ഈ വാക്കും പ്രവർത്തി ദേവത്തൊന്നും ഇവിടെ വേണ്ട, ഈ പ്രബോധനമൊന്നും നിങ്ങൾ വേറെ എവിടേക്കും പോയിക്കോളി, എറിഞ്ഞോടിക്കും. എങ്കിലും തൻതഹുല അർജുമന്നക്കും വലയമസ്സന്നക്കും ഇന്ന അദാബുൻ അലീം, എന്ന് മാത്രമല്ല നിങ്ങളെ വേദനിപ്പിക്കുന്ന ശിക്ഷ ദുനിയാവിൽ നിങ്ങളെ ഞങ്ങൾ ആസ്വദിപ്പിക്കും. ഇവിടുന്ന് വേദന, മേല് വേദനാക്കുന്ന പറഞ്ഞത്. വലയമസ്സന്നക്കും ഇന്ന അദാബുൻ അലീം, മനസ്സു വേദനയാക്കും. നിങ്ങളെ കുട്ടിയെ ചിലപ്പോൾ കല്യാണം ശരിയായില്ലാന്ന് വരും, പ്രയാസങ്ങൾ ഉണ്ടാക്കും, നിങ്ങളെ കച്ചവട സ്ഥാപനത്തിലേക്ക് ആൾക്കാർ വരില്ല, നിങ്ങൾക്കെതിരിൽ ഞങ്ങൾ പ്രവർത്തിക്കും, നിങ്ങളെ വേദനിപ്പിക്കും. ഇത് ഖുർആന യാസീൻ ഒരു ഗ്രാമക്കാരെ പറ്റി പറഞ്ഞതാ. എന്താ അല്ലാഹ് പറഞ്ഞത്? ഖാലു ത്വാഇറുക്കും മഅക്കും അഇൻ ദുക്കിർതും ബൽ അൻതും ഖൗമുൻ മുസ്ലിമൂൻ. നിങ്ങളോട് ഈ തബ്ലീഗ് ദുക്കിർതും, പടച്ചോനെ പറ്റി ഓർമ്മിക്കാൻ, പടച്ചോനെ മറക്കരുത്, പടച്ചോൻ കൊടുക്കുന്ന ഇബാദത്ത് അവന് മാത്രം കൊടുക്കണം എന്ന് പറഞ്ഞില്ല. ഖാലു അഇൻ ദുക്കിർതും, ഇത് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ പറ്റി, ഞങ്ങളാണ് ഈ നാടിന്റെ ദുഷ്ടകൾ എന്ന് പറയുന്നത്. ഈ പ്രവാചകന്മാർ ചോദിച്ച ചോദ്യം സുഹൃത്ത് യാസീനാണ്. ഈ കാര്യമാണ് സഹോദരങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചില നല്ല കാര്യങ്ങൾ വരെ നാടിന്റെ ദുഷ്ടഗുണമായി കാണുന്ന ആൾക്കാർ. ഒരു നാട്ടിൽ നന്മ ഉണ്ടായിരിക്കാം, ഒരു നാട്ടിൽ നല്ലൊരു പ്രബോധന ദേവത്ത് നടന്നു, അതിന്റെ ശേഷം മനുഷ്യൻ നല്ലോണം ഉണ്ടായി, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ഹൈറുണ്ടായി, അപ്പൊ അവരെന്താ പറയാറിയോ? അല്ലാഹ് പറയാ, ഫിറഔനിനും കൂട്ടരെയും ചില
ചില വർഷങ്ങളിൽ സിനീൻ വരൾച്ചയുള്ള കൊല്ലങ്ങൾ ഉണ്ടായി. വനക്സിമിനെ സമറാജി ഫലങ്ങളൊന്നും ഉണ്ടായില്ല, കായികനികളൊന്നും ഉണ്ടായില്ല, ഫലങ്ങളൊന്നും ഉണ്ടായില്ല, കൃഷിയെല്ലാം ഉണങ്ങിപ്പോയി. അങ്ങനെ ചില വർഷങ്ങളെ പരീക്ഷിച്ചു. ലഅല്ലഹും യദ്ദക്കുർ, എന്തിനാണ് അതെന്നറിയോ ഇതൊക്കെ ഉണ്ടാകുന്നത്? ലഅല്ലഹും യദ്ദക്കുർ, നിങ്ങൾ നല്ലോണം പടച്ചവനെ പറ്റി ചിന്തിക്കാൻ വേണ്ടിയാ, ആലോചിക്കാൻ വേണ്ടിയാ. ഫൈദാ ജാഅത്തുഹും ഹസന, ഇതൊക്കെ മാറി നല്ല ഹസനത്തുണ്ടായി, നല്ല ലാഭം ഉണ്ടായി, നല്ല നേട്ടം ഉണ്ടായി, നല്ല വരുമാനം ഉണ്ടായാൽ അവർ പറയും ഖാലു ലനാ ഹാദിഹി, ഇത് നമുക്ക് അവകാശപ്പെട്ട തന്നെയാണ്. നല്ല ഒരു കടൽ നല്ലോണ്ട് ഇറങ്ങി ചേറൊക്കെ ഉണ്ടായി. അപ്പൊ അതൊരു കാലഘട്ടം ഉണ്ടാവണ തന്നെയാണ്. പ്രകൃതി പടച്ചോൻ തന്നെ അപ്പോഴും പറയില്ല, അപ്പോഴും പടച്ചോൻ തന്നെന്ന് പറയില്ല. അതിങ്ങനെ കൊല്ലം ഈ മാസം കൊണ്ട് അല്ലെങ്കിൽ അത് അങ്ങനെ ഒന്ന് ഇളകിയോണ്ടുണ്ടായതാണ് എന്നവർ പറയും. എന്നാലും പടച്ചോന്റെ റഹ്മത്ത് അവർ പറയില്ല. ഇനി പരീക്ഷണം ഉണ്ടായാലോ, ബാധിച്ചാലോ, തീരല്ല, മത്സ്യം തീരല്ല, കായികനികളൊക്കെ മുടങ്ങി, നാട്ടിലെ കച്ചവടമൊന്നും കമ്പോളത്തിൽ ആൾക്കാരൊന്നും വരുന്നില്ല, ഒക്കെ ദാരിദ്ര്യമാണ്, പ്രയാസമാണ്, സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായാലോ തുസ്ബിഹും സയ്യിഅ, അവർ പറയും യത്തയ്യറുബി മൂസ വമഅഹു, അത് മൂസനെ കൊണ്ട്, മൂസന്റെ കൂടെയുള്ള ആൾക്കാരെ കൊണ്ട് ഉണ്ടായതാണ്. അവരിവിടെ വന്ന് നാട്ടിലൂടെ അള്ളാനെ മാത്രം ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് ഉണ്ടായ ദോഷമാണ്. ഇന്നമാ ത്വഇറുഹും ഇൻദല്ലാഹ്, നിങ്ങൾക്ക് എന്ത് ദുരിതമുണ്ടായാലും അതൊക്കെ അതിൻ്റെയൊക്കെ പടച്ചവന്റെ തീരുമാനമാണ്. ഏതെങ്കിലും ഒരു ആളിലേക്കോ വ്യക്തികളിലേക്കോ നിങ്ങളത് ചേർക്കണ്ട. വലാക്കിൻ അക്സറഹും ലാ യഅലമൂൻ, എന്നാൽ അധിക ആൾക്കാരും വിവരമില്ലാത്ത ആൾക്കാരാണല്ലോ. വലാക്കിൻ അക്സറഹും ലാ യഅലമൂൻ. അപ്പോ സഹോദരങ്ങളെ, നല്ല പ്രതീക്ഷയോടെ തവക്കുലോടെ ഒരു മുസ്ലിം ജീവിക്കണം. നിസ്സാരമായ കാര്യങ്ങളെ മനസ്സിലിട്ടിട്ട് ഒരു കാക്കപ്പാറി, ഒരു പൂച്ച കുറുകെ പോയി തിരിച്ചു വിളിച്ചു, ഇതൊക്കെ പറഞ്ഞിട്ട് മനസ്സിനെ സംഘർഷഭരിതമാക്കിയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കരുത് ഒരു മുസ്ലിം. മറിച്ച് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത്, റബ്ബിൽ തവക്കുൽ ചെയ്ത്, ശക്തമായ ഈമാൻ കൊണ്ടും ശക്തമായ തഖ്വ കൊണ്ടും നിയന്ത്രിക്കുന്ന മനസ്സിന്റെ ഉടമകളായിരിക്കണം സത്യവിശ്വാസികൾ. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ ഈമാനോടുകൂടി മരിച്ചു പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു തആല ശക്തമായ ഈമാനിന്റെ പിൻബലത്തിൽ ജീവിച്ച് ശക്തമായ ഈമാൻ നിലനിർത്തിക്കൊണ്ട് ഈ ലോകത്തോട് യാത്ര പറയാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. ഏത് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നാലും, ആര് തന്നെ എത്ര ശക്തമായി നമുക്കെതിരിൽ തിരിഞ്ഞാലും, ഒരു വിശ്വാസി പറയേണ്ട വാക്ക് റസൂലുള്ളാഹിയോട് പറഞ്ഞു, വഇയുരീദു അൻ യഖ്ദഊക, നിന്നെ വഞ്ചിക്കാനും ചതിക്കാനും നിന്നെ തകർക്കാനും അവർ ഉദ്ദേശിച്ചാൽ പോലും ഫഇന്ന ഹസ്ബകല്ലാഹ്, ഹസ്ബകല്ലാഹ്, നിനക്ക് അല്ലാഹ് മതി. യാ അയ്യുഹൻ നബി ഹസ്ബുകല്ലാഹ് വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, ഏ നബിയെ താങ്കൾക്കും വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, ഈമാനിൽ നബിയെ പിന്തുടരുകയും ചെയ്ത എല്ലാവർക്കും ഹസ്ബുകല്ലാഹ്, അല്ലാഹ് മതിയാകും. ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, പേടിപ്പിക്കാൻ വേണ്ടി ജനങ്ങളൊക്കെ ഇന്നത്തിനെതിരിൽ തിരിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേടിച്ചോളി എന്ന് പറഞ്ഞപ്പോ സാദഹും ഫസാദഹും ഈമാനാ, അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. എല്ലാവരും കൂടി ഉഹദ് യുദ്ധത്തിൽ പരാജയം ഉണ്ടായി. അബൂ സുഫിയാൻ പറഞ്ഞു, ഒരു കച്ചവടക്കാരോട് പറഞ്ഞ പോണ വഴിക്ക് ഉഹദ് യുദ്ധത്തിൽ പരാജയം ഉണ്ടായത്, പോണ വഴിക്ക് മുസ്ലിമീങ്ങളെ കണ്ട ഒന്നുകൂടി പറഞ്ഞാൽ ഞങ്ങൾ ഒന്നുകൂടി ജനങ്ങളെ സജ്ജീകരിച്ച് വരുന്നുണ്ട്, അതുകൊണ്ട് നല്ലോണം പേടിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഈ കച്ചവടക്കാരൻ വന്നത് പറഞ്ഞു. അപ്പോൾ ഈ ആയത്ത് ഫസാദഹും ഈമാന, അവർക്ക് എന്താണ് ഈമാൻ വർദ്ധിക്കുക ചെയ്തത്? ഈമാൻ വർദ്ധിക്കും എന്താ പറയാ? ഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഈമാൻ വർദ്ധിച്ചപ്പോൾ അവർ പറഞ്ഞു ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി. വനിഅമൽ വകീൽ, ഏറ്റവും നന്നായി ഭരമേൽപ്പിക്കുന്നവരിൽ ഏറ്റവും നല്ലവൻ അല്ലാഹയാണ്, ഞാൻ അവരിൽ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈമാൻ വർദ്ധിക്കുമ്പോൾ അത് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് അതേപോലെ സ്വീകരിക്കുക, പഠിപ്പിച്ച് അതേപോലെ സ്വീകരിക്കുക. റസൂലുള്ളാഹിയെ സംബന്ധിച്ച് പറഞ്ഞു, റസൂൽ വിശ്വാസികൾക്ക് നല്ലതേ പറയും. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും, എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ റസൂലിന് പ്രയാസമാണ്, അവരുടെ അത്യാഗ്രഹമുള്ള റസൂല്, വിശ്വാസികളുടെ കാര്യത്തിൽ ദയാ ഉള്ള റഊഫായ റഹീമായ റസൂല്. അതിന്റെ ബാക്കി എന്താ അറിയോ? ഫഇൻ തവല്ലൗ, റസൂൽ പറയാ, ഇനി ഈ മാർഗത്തിൽ അവർക്കത് പിരിഞ്ഞു പോവാണ്. സുന്നത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു, റസൂലുള്ളാഹിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചിട്ടും ആൾക്കാർ തിരിഞ്ഞു പോകുകയാണെങ്കിൽ ഫഖുൽ ഹസ്ബിയല്ലാഹ്,
ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന് പറയാം. അല്ലാഹ് മതി എനിക്ക്. ഖുൽ അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹ്. ആരോടും പറയണ്ട. അത് ബേജാറായിട്ട് ഓടുകയാണ്. കേന്ദ്രങ്ങളിലേക്ക് ഓടുക, പല സ്ഥലത്തേക്ക് ഓടുക. ചോദിക്കുക. അള്ളാഹുവിനെ വിട്ട് നിങ്ങൾ പോകുന്ന പല വ്യക്തികളും ശക്തികളും ഉണ്ടല്ലോ, അള്ളാഹുവിലേക്ക് ഉയർത്തേണ്ടതിന് പകരം അലൈസല്ലാഹു ബികാഫിൻ അബ്ദ എന്നുള്ളതിന് ജവാബാണത്. അള്ളാഹ് പോരേന്ന് അള്ളാഹ് ചോദിച്ചു. അതിന് ജവാബാണ് ഹസ്ബി അല്ലാഹ്, അള്ളാഹ് മതി എനിക്ക് എന്നുള്ളത്. ഇത് പറയാതെ പോയവരെ പറ്റി അള്ളാഹ് ചോദിക്കുക, ചിന്തിച്ചിട്ടുണ്ടോ? ഇൻ അറാദനി അല്ലാഹു ബിദ്ദുർ, അള്ളാഹ് എനിക്ക് വല്ല നുറുണ്ടാക്കിയാൽ അൽ ഹുന്ന കാശിഫാത്തു ദുരിഹി, അള്ളല്ലാത്ത ആർക്കെങ്കിലും ഈ നുറ് തടുക്കാൻ പറ്റുമോ? എനിക്ക് വല്ല ദുരിതം ഉണ്ടാക്കാൻ അള്ളാഹ് തീരുമാനം, അള്ളല്ലാത്ത വേറെ തടുക്കാൻ പറ്റുമോ? വൈൻ അറാദനി ബിറഹ്മ, അള്ളാഹ് എനിക്ക് റഹ്മത്ത് ഉദ്ദേശിച്ചാൽ ഹൽ ഹുന്ന മുംസികാത്തു റഹ്മതി, അവന്റെ റഹ്മത്തിനെ തടയാൻ ആർക്കെങ്കിലും പറ്റുമോ? അള്ളാഹ് എനിക്ക് റഹ്മത്ത് തരാൻ ഉദ്ദേശിച്ചാൽ റഹ്മത്ത് തടയാൻ ആർക്കാ പറ്റുക? അള്ളാഹ് എനിക്കൊരു ദുരിതം ഉദ്ദേശിച്ചാൽ ആ ദുരിതം നീക്കം ചെയ്യാൻ ആർക്ക് സാധിക്കും? ചോദിക്കുന്ന നബിയെ. ബാക്കി എന്താ? ഖുൽ ഹസ്ബി അല്ലാഹ് പറയുക. മറുപടി അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, എനിക്ക് അല്ലാഹ് മതി, അവന്റെ മേലാണ് ബലമേൽപ്പിക്കുന്നവർ ബലമേൽപ്പിക്കുന്നത്. അള്ളാഹുവിൽ തവക്കുലാക്കി എല്ലാം അവനിൽ ബലമേൽപ്പിച്ച് അവന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് അവൻ ജീവിതത്തിൽ നൽകുന്നതെല്ലാം സ്വീകരിച്ച് എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതൊക്കെ നിന്റെ തീരുമാനപ്രകാരമാണ് പടച്ചോനെ, ഇനി വരാനുള്ളത് മുഴുവനും ഞാൻ സഹിക്കാൻ തയ്യാറാണ് പടച്ചോനെ. അള്ളാഹുവിനെ റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയുടെ ആശയമാണ്. ആ രൂപത്തിൽ ഈമാൻ നിറച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു അവന്റെ മഹത്തായ ഫളിലൂടെ നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബർസഖിയായ ജീവിതം അള്ളാഹു ധന്യമാക്കി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മളെ വീടുകളിൽ രോഗികളായി കിടക്കുന്നവരുണ്ട്, ആശുപത്രികളിൽ രോഗികളായി കിടക്കുന്നവരുണ്ട്. നമ്മുടെ മാതാപിതാക്കളിൽപ്പെട്ട പലരും അല്ലാഹു തആല രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ, ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഉമ്മ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വളരെ പ്രയാസത്തിലാണ്. പല ശിർക്ക് പ്രവർത്തനങ്ങളിൽ നിന്നും മക്കളുടെ ദേവത്ത് കൊണ്ട് മാറി വന്നു. അപ്പോൾ ജീവിതത്തിന്റെ അവസാന സന്ദർഭങ്ങളിലൊക്കെ ശരീരവും മനസ്സും തളർന്നു പോകുമ്പോൾ പലപ്പോഴും പിശാച് ഇടപെടും. അതുകൊണ്ട് നിരന്തരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം നിലനിർത്താൻ പരിശ്രമിക്കണം. അല്ലാഹു തആല അത് നിലർത്തി കൊടുക്കുമാറാവട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഒരു സഹോദരന്റെ ഭാര്യ ജീവിതത്തിലുണ്ടായ ഒരു ദുരിതം, ഒരു ജീവിതത്തിലൊരു പരീക്ഷണം, ആ പരീക്ഷണത്തെ നേരിട്ടപ്പോൾ മാനസികമായി തകർന്നുപോയ, മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവരുടെ ഭർത്താവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല മനസ്സിന് സ്ഥൈര്യവും സമാധാനവും ശാന്തിയും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات واحياهم منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداء الدين. اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا ومرضى المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.